ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഇന്നലെ ഞങ്ങൾ കാലത്ത് തന്നെ നമ്മുടെ ഗുജറാത്ത് ബോർഡിൻ്റെ ബസ് യൂസ് ചെയ്തു. ഗുജറാത്തിലാണ് ജീവിക്കുന്നത് വെച്ചാൽ അങ്ങനെ ബസ്സിൽ യാത്ര കുറവാണ്, വണ്ടി കൊണ്ടല്ലേ യാത്ര. അപ്പോൾ കൈറ്റ് ഫെസ്റ്റിലായിട്ട് വെറുതെ എന്തിനാ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ടേ വണ്ടി ഒന്നും എടുത്തില്ല, ഫ്ലവർ ഷോ കാണാൻ പോയി. കൈറ്റ് പറപ്പിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്, കാരണം കിളികൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാർക്കൊക്കെ അതൊരു എന്താ പറയുക പ്രോബ്ലം ഇതല്ല, നൂല് തട്ടി മുറിയലൊക്കെ. അപ്പോൾ പൊതുവേ എനിക്ക് ഇഷ്ടമില്ല, ഒറ്റവട്ടം ഞാനങ്ങനെ മുകളിലൊന്നും കയറാറില്ല. പിന്നെ പിള്ളേർ കയറുമ്പോൾ പിള്ളേരെ നോക്കാനായിട്ട് കയറും കുറച്ച് നേരം അങ്ങനെയുള്ളൂ. അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോയി അവിടെ ചെന്നിറങ്ങി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത്ര. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മനുഷ്യന്മാരുടെ നദി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അവരുടെ ഒഴുക്കിൽ ഇങ്ങനെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ മെട്രോ ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒക്കെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിവർ ഫ്രണ്ട് ഫ്ലവർ ഷോ എന്നിങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ ഇത് ഫിക്സ് ഉള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാ വട്ടത്തെ പോലെയല്ല, ഇപ്രാവശ്യത്തെ തീം ഒരു വെറൈറ്റി ആയിരുന്നു. ഇപ്രാവശ്യം ഓരോ സ്റ്റേറ്റിൻ്റെ കലാരൂപങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഐ ലവ് അഹമ്മദാബാദ് എന്നൊക്കെ ഉണ്ട്. കൂടുതൽ വീഡിയോ ഒക്കെ ഞാൻ വേറെ എടുത്തിട്ടുള്ളതൊക്കെ ഞാൻ പിന്നെ ഇടുന്നുണ്ട്. എന്നാലിതൊരു ചെറിയ ഒരു എന്താ പറയുക തലക്കെട്ടോട് കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊരു വീഡിയോ ആയിട്ട് ഇടാണ് കേട്ടോ. പിന്നെ അടിപൊളിയാണ് ഫ്ലവർ ഷോ, പറ്റുന്നവരൊക്കെ പോയി കാണണം. എന്താ പറയുക ഇന്ത്യൻ വാദ്യോപകരണങ്ങൾ, പിന്നെ അതേ പൂക്കൾ, ഇത് അത്ര സൺഫ്ലവറൊന്നും ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക റോസ്, അതുപോലെ സൺഫ്ലവറൊക്കെ കുറവായിരുന്നു. പക്ഷേ ഈ പൂക്കൾ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. നമ്മുടെ കേരള കൾച്ചറിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി പോകണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ ഓരോ സംഭവങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ദൂരെ കാണില്ലേ വെള്ളം, അതൊക്കെ നമുക്ക് രാത്രി ലൈറ്റ് കത്തണ ഒരു ഊഞ്ഞാൽ പോലേക്കിന്. പക്ഷേ ഞങ്ങൾ എന്താ പറയുക പകൽ തന്നെ പോയ കാരണം നമുക്ക് എന്താ പറയുക നല്ല മഞ്ഞ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോയ്ക്കൊക്കെ ക്ലാരിറ്റി കുറവാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ എൻ്റെയൊക്കെ ഫോട്ടോ എടുത്തുള്ളതൊക്കെ ഭൂതം പോലെയൊക്കെ ഇരിക്കുന്നത്, കാരണം മഞ്ഞിൻ്റെയൊക്കെ ഒരു ഇത് കാരണം. പിന്നെ പബ്ലിക് കുറവായിരുന്ന കാരണം നമുക്ക് സമാധാനത്തോടു കൂടി കാണാൻ പറ്റി. ഇനിയിപ്പോൾ ഇന്ന് 15-ാം തീയതി ഇവിടെ മുടക്കാണ്, 14, 15 മുടക്കാണ്. അപ്പോൾ ഇന്നും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്നും അറിയില്ല, പറ്റണവരൊക്കെ പോയി കാണാം. പിന്നെ കയറുമ്പോൾ തന്നെ കണ്ട ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചെറിയ വാട്ടറിൻ്റെ. അതിൻ്റെ മുകളിൽ ചെറിയ സൂര്യപ്രകാശം തട്ടിയിട്ടൊരു എന്താ പറയുക റെയിൻബോ പോലെ കണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കേട്ടോ. എനിക്കിങ്ങനെ റെയിൻബോ നമ്മൾ താഴത്ത് കാണുമ്പോൾ ഒരു അത്ഭുതം പോലെയല്ല, ആകാശത്ത് കണ്ടിട്ടുണ്ട്. ഇന്നെന്തായാലും ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.